ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. പതിവ് പോലെ NIOS +2 നിങ്ങളുടെ സോഷ്യോളജിയിലെ ചാപ്റ്റർ 21 ഞാൻ നിങ്ങളുടെ മുമ്പിൽ ആയിരിക്കുന്നത്. ചാപ്റ്ററിന്റെ പേരെന്ന് പറയുന്നത് സോഷ്യൽ ഡീവിയൻസ് ആണ്. സോഷ്യൽ ഡീവിയൻസ് എന്ന അർത്ഥം എന്ന് പറയുന്നത് സാമൂഹ്യ വ്യതിചലനം. അതുപോലെ തന്നെ നിങ്ങളുടെ ഒട്ടും ബോറടിപ്പിക്കാതെ 5 ക്വസ്റ്റ്യൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻ മാത്രം പഠിക്കുക. എക്സാം സുഖസുന്ദരമായിട്ട് എഴുതിയെടുക്കാനായിട്ട് കഴിയും. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് പോവാം. ചാപ്റ്ററിന്റെ പേര് സോഷ്യൽ ഡീവിയൻസ്. കഴിഞ്ഞ ദിവസം അല്ലെങ്കിൽ കഴിഞ്ഞ ആ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കിയതെന്ന് പറയുന്നത് സാമൂഹ്യ നിയന്ത്രണമാണ്, അല്ലെ? സോഷ്യൽ കൺട്രോൾ നമ്മൾ പറഞ്ഞു. എങ്ങനെയൊക്കെയാണ് ഒരു സൊസൈറ്റി കൺട്രോൾ ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് സൊസൈറ്റിയെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്, ആ സോഷ്യൽ കൺട്രോൾ എങ്ങനെയാണ്, ഒരു ക്രൂഷ്യൽ റോളാണോ അല്ലയോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ടുള്ള സോഷ്യൽ ഡീവിയൻസ് ആണ്. ഡീവിയൻസിന്റെ അർത്ഥം എന്താണ്? വ്യതിചലിക്കുക. അതായത് ഒന്നിൽ നിന്ന് സ്ഥിരമായിട്ട് നിൽക്കാതെ മറ്റു സ്ഥലങ്ങളിലോട്ട് അല്ലെങ്കിൽ മറ്റ് മേഖലകളിലോട്ട് വ്യതിചലിച്ചു പോകുന്നതിനെയാണ് സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ഇവിടെ നമ്മുടെ ചാപ്റ്റർ എന്താണ്? 21 ആണ്. 20 വരെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പഠിച്ചിട്ടുണ്ട്. അതിലെല്ലാം സൊസൈറ്റിയെ കുറിച്ച് തന്നെയാണ് നമ്മൾ മാക്സിമം എന്ത് ചെയ്തിട്ടുള്ളത്? പഠിച്ചത്. കാരണം സോഷ്യോളജി എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണല്ലോ, സ്റ്റഡി ഓഫ് മാൻ അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി ആണ്. അപ്പൊ സൊസൈറ്റിയിൽ കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ, നിയന്ത്രണങ്ങള്, അതുപോലെ തന്നെ എന്താണ് മൂല്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു പോയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത് വ്യതിചലനം. ഇതില് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ക്രൈമിനെ കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. ക്രൈം എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റകൃത്യങ്ങൾ. അതുപോലെ തന്നെ എന്താണ്? ട്രൂവൻസി, അതുപോലെ വാഗ്രൻസി, ജുവലൈൽ ഡെലിക്വൻസി, ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ, ഇങ്ങനെ ഒരു 5-6 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ട് ഉണ്ട്. അപ്പൊ ഇതെല്ലാം എങ്ങനെയാണ് വരുന്നത്? സൊസൈറ്റിയിലെ പ്രശ്നങ്ങളാണ്, അല്ലെ? ഇതൊന്നും ഇന്ന് മാത്രം ഉടലെടുത്തതൊന്നും അല്ല. സർവ്വകാലങ്ങളായി നമ്മുടെ ഇവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു? ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സോഷ്യൽ പ്രശ്നങ്ങളാണ്, സാമൂഹിക പ്രശ്നങ്ങളാണ്, സോഷ്യൽ ആയിട്ടുള്ള ഡീവിയൻസ് ആണ്, അല്ലെ? അപ്പൊ ഈ ഒരു പ്രശ്നത്തെ കുറിച്ചും അല്ലെങ്കിൽ ഈ മാറ്റത്തെ കുറിച്ചും ഒക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് ക്രൈം ആണ്. ക്രൈം എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റകൃത്യങ്ങൾ, അല്ലെ? ക്രൈം എന്ന് പറയുമ്പോൾ പല തരത്തിലുള്ള ക്രൈം ഉണ്ട്, അല്ലെ? നമ്മുടെ സൊസൈറ്റി പരമായ ക്രൈം ഉണ്ട്, ഇത് നമ്മുടെ പൊളിറ്റിക്കൽ പരമായിട്ടുള്ള ക്രൈംസ് ഉണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള മറ്റേ ബിഹേവിയർ ചേഞ്ചസ് കൊണ്ട് ഉണ്ടാകുന്ന ക്രൈംസ് ഉണ്ട്, അതുപോലെ തന്നെ നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ക്രൈംസ് ഉണ്ട്. ഇങ്ങനെ കുറെ ടൈപ്സിൽ ക്രൈംസ് പോകുന്നുണ്ട്. ക്രൈംസ് എന്ന് പറയുമ്പോൾ എന്താണ്? കുറ്റകൃത്യങ്ങൾ. എങ്ങനെയാണ്? സൂയിസൈഡ്, കൊല, അതുപോലെ തന്നെ റേപ്പ്, മോഷണം, ഇവയെല്ലാം നമുക്ക് എങ്ങനെ കണക്കാക്കാം? ക്രൈം ആയിട്ട് കണക്കാക്കാം. അപ്പൊ സൂയിസൈഡ് ചെയ്യുക, മോഷ്ടിക്കുക, റേപ്പ് ചെയ്യുക, ഇതെല്ലാം നമുക്ക് നമ്മുടെ ക്രൈം ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. ഇതെല്ലാം ക്രൈമാണ്. നമ്മൾ എന്തൊരു തെറ്റ് ചെയ്താൽ അതിന് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുന്നത്? കുറ്റകൃത്യങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്, അല്ലെ? ഈ ക്രൈം ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ നമുക്ക് പറയാൻ കഴിയും? ക്രൈം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ അത് പല തരത്തിലുണ്ടാകാം, അല്ലെ? ഒരു ദിവസം കൊണ്ട് പെട്ടെന്നല്ല ഒരു കുറ്റകൃത്യം ഉടലെടുക്കുന്നത്, അല്ലെ? അതിൽ കുറേ കാര്യങ്ങളുണ്ട്. സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, വീടിനുള്ളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാവാം. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ക്രൈമിൽ ഉൾപ്പെടുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ ക്രൈം ഉണ്ടാകുന്നതിനുള്ള കാരണങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? ഒരു മനുഷ്യന്റെ ബിഹേവിയർ ചേഞ്ചസ് കൊണ്ടാകാം. മനസ്സിലായോ? സ്വഭാവ സവിശേഷതകൾ കൊണ്ട് എന്ത് സംഭവിക്കാം? ക്രൈംസ് ഉണ്ടാകാം. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് കൊണ്ടുണ്ടാകാം, മനഃശാസ്ത്രപരമായ കാരണങ്ങൾ കൊണ്ട്, പിന്നെ സൊസൈറ്റിയിലുണ്ടാകുന്ന സാമൂഹ്യ സാഹചര്യങ്ങൾ കൊണ്ട്, പിന്നെ നമ്മുടെ സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ എക്കണോമിക് ആയിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട്, റിലീജിയസ് ആയിട്ടുള്ള ഘടകങ്ങൾ കൊണ്ട്, രാഷ്ട്രീയപരമായ ഘടകങ്ങൾ കൊണ്ട് ഒക്കെ ക്രൈംസ് ഉണ്ടാകും. ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞു തരാം. ഒരു മനുഷ്യന് ബിഹേവിയർ ചേഞ്ചസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, അഭിപ്രായ വ്യത്യാസം പെട്ടെന്നുണ്ടായി, ഒരാളുടെ എന്ത് ചെയ്യുന്നു? കുത്തുന്നു. അപ്പൊ അത് അയാളുടെ എന്തായിട്ട് മാറുന്നു? അയാളുടെ സ്വഭാവം പെട്ടെന്ന് ചേഞ്ച് ആയതാണ്, ബിഹേവിയർ ചേഞ്ചസ് ആണ്. അപ്പൊ ആ ബിഹേവിയർ ചേഞ്ചസിൽ നിന്ന് ഉടലെടുത്തതിനെയാണ് എന്ത് വിളിക്കുന്നത്? ക്രൈം എന്ന് വിളിക്കുന്നത്. മനസ്സിലായി? അത് ഒരു തരത്തിലുള്ള ക്രൈമാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് മനഃശാസ്ത്രപരമായ ഘടകങ്ങളാണ്. മനഃശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്താണ്? സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പെട്ടെന്ന് ഉണ്ടാകുന്ന മാനസികപരമായ സമ്മർദ്ദങ്ങൾ കൊണ്ട്, ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെ? അല്ലെങ്കിൽ എന്തെങ്കിലും പെട്ടെന്നുണ്ടാകും. നമ്മൾ കണ്ടിട്ടില്ലേ? അമ്മ കുഞ്ഞിനെ എന്ത് ചെയ്തു? ബക്കറ്റിൽ മുക്കിക്കൊന്നു. നമ്മൾ കേട്ട ഒരു ന്യൂസാണ് വർഷങ്ങൾക്ക് മുമ്പ്.
അല്ലെ? അപ്പൊ അത് എങ്ങനെയാ പെട്ടെന്ന് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഘടകങ്ങളാണ്. അതാണ് സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പെട്ടെന്നുള്ള ദേഷ്യം, പെട്ടെന്നുള്ള വികാരങ്ങൾ, നമ്മുടെ ഇമോഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാനേ പറ്റാത്ത സമയത്ത് ഉണ്ടാകുന്ന ആ ഒരു പ്രശ്നത്തെയാണ് എന്ത് വിളിക്കുന്നത്, മനഃശാസ്ത്രപരമായ ഘടകങ്ങൾ എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇനി സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെയാണ്? സാമൂഹ്യപരമായ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന എന്താണ്, പലതരത്തിലുള്ള ഡീവിയൻസ് കാരണം എന്തുണ്ടാകുന്നു, സൊസൈറ്റിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം. ഇനി എന്താണ് സാമ്പത്തികപരമായിട്ടുള്ളത്, മതപരമായിട്ടുള്ളത്, രാഷ്ട്രീയപരമായിട്ടുള്ള ഘടകങ്ങളെല്ലാം നമ്മുടെ എന്തിൽ വരാം, നമ്മുടെ ക്രൈമിന് ഉദയം ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലായോ? അപ്പൊ സാമ്പത്തികപരമായ ഘടകങ്ങൾ, അതുപോലെ തന്നെ മതപരമായ ഘടകങ്ങൾ. സാമ്പത്തികം എന്ന് പറയുമ്പോൾ എന്താണ്, എന്താണ് ഭവനത്തിലോ അല്ലെങ്കിൽ വീടിനുള്ളിലെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടത്ര പൈസ കൈകളിൽ ഇല്ല, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ല എങ്കിൽ, ആ ഫിനാൻഷ്യൽ സ്റ്റേബിൾ അല്ല എങ്കിൽ എന്ത് സംഭവിക്കും, പരസ്പരം എന്ത് ചെയ്യും, കുത്തും കൊലയും അല്ലെങ്കിൽ മോഷണവും ഒക്കെ എന്ത് ചെയ്യും, ചെയ്യാനായിട്ട് മുൻതിരിഞ്ഞിറങ്ങും. ഇതും എന്ത് തരത്തിലുള്ള ക്രൈമാണ്, നമ്മുടെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ എന്താണ് എക്കണോമിക് ആയിട്ടുള്ള ക്രൈംസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഇനി മതപരമായ ക്രൈംസ് നമുക്കറിയാം, ജാതി മാറി അല്ലെങ്കിൽ കാസ്റ്റ് മാറി, റിലീജിയൻ മാറി, അല്ലെങ്കിൽ ഒരു ഹിന്ദു വ്യക്തി ഒരു മുസ്ലിം വ്യക്തിനെ വിവാഹം കഴിച്ചു എന്ന് വിചാരിക്കട്ടെ. അപ്പൊ ആ സമയത്ത് അവിടെ മതപരമായ ഒരു പ്രശ്നം ഉടലെടുക്കുകയാണ്. ആ സമയത്ത് ഈ ഒരു വ്യക്തിനെ കൊല്ലാൻ വേണ്ടിയിട്ട് മറ്റു ടീംസിലുള്ള ആൾക്കാർ വരുന്നു. അപ്പൊ അത് എന്തൊരു വിഷയമാണ്, ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു മതപരമായ ഒരു കാര്യമാണ്. അതാണ് മതപരമായ കാരണങ്ങളെന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ? അടുത്ത എന്താണ് പറയുന്നത്, രാഷ്ട്രീയപരമായ കാര്യം. നമുക്കറിയാം എന്തിനും ഏതിനും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ രാഷ്ട്രീയ പാർട്ടികളിൽ ഉണ്ടാകാം. രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുമ്പോൾ പല അഭിപ്രായ വ്യത്യാസങ്ങളുള്ളവരാണ്. ഈ ഒരു പാർട്ടിയുടെ അഭിപ്രായം ആയിരിക്കില്ല മറ്റൊരു പാർട്ടിയുടെ അഭിപ്രായം എന്ന് പറയുന്നത്. അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള പ്രശ്നങ്ങൾ, ഈഗോ, അതുപോലെ തന്നെ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കാരണം എന്തിലോട്ട് തിരിയാം, ക്രൈംസിലോട്ട് തിരിയാം. അങ്ങനെയല്ലേ കല്ലേറ്, അതുപോലെ തന്നെ ലാത്തിച്ചാർജ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം ഉടലെടുക്കുന്നത്. പാർട്ടികൾ തമ്മിലുള്ള എന്താണ് പ്രശ്നങ്ങൾ എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കാതെ വരുന്ന സമയത്ത് എന്തിലോട്ട് തിരിയുകയാണ്, ക്രൈംസിലോട്ട് തിരിയുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഷ്യൽ ഡീവിയൻസില് ഫസ്റ്റത്തേതാണ് നമ്മൾ നോക്കിയത്, ക്രൈംസ് ആണ് നോക്കിയത്. ക്രൈം എന്ന് പറയുമ്പോൾ എന്താണ്, സൂയിസൈഡ് ആവാം, റേപ്പ് ആകാം, പിന്നെ മോഷണമാകാം, കൊലപാതകമാകാം. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്, ക്രൈംസിൽ വരുന്നതാണ്. ഈ ക്രൈം ഉണ്ടാകുന്ന കാരണങ്ങൾ എങ്ങനെയൊക്കെയാണ്, ഒരു വ്യക്തിയുടെ ബിഹേവിയർ ചേഞ്ചസ് കൊണ്ട് എന്തുണ്ടാകാം, ക്രൈംസ് ഉണ്ടാകാം. സൈക്കോളജിക്കൽ പരമായിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാകാം, ക്രൈംസ് ഉണ്ടാകാം. പിന്നെ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ഘടകങ്ങൾ കൊണ്ട് എന്തുണ്ടാകാം, ക്രൈംസ് ഉണ്ടാകാം. പിന്നെ ഇക്കണോമിക് ആൻഡ് റിലീജിയസ് ആൻഡ് നമ്മുടെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട് നമുക്ക് എന്തുണ്ടാകാം, ക്രൈംസ് ഉണ്ടാകാം. ഇതാണ് ഫസ്റ്റത്തെ നിങ്ങളുടെ എളുപ്പമല്ല, ഈസി ആയിട്ടുള്ള ഒരു പാഠമാണ് കേട്ടോ. ക്രൈം ഒക്കെ നിങ്ങൾക്ക് എഴുതാന്നുള്ളതേ ഉള്ളൂ. കുറ്റകൃത്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അതാണ് ക്രൈം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ട്രൂവൻസി. ട്രൂവൻസി എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ എന്താണ് കുട്ടികള് ക്ലാസ്സിൽ എന്ത് ചെയ്യില്ല, കയറാതെ എന്ത് ചെയ്യുന്നുണ്ട്, സമയത്ത് വീട്ടിലൊന്നും പോകില്ല. അവരുടെ ലൈഫ് എന്ന് പറയുന്ന ഒരു എന്താണ് എനർജറ്റിക് അല്ലാത്ത രീതിയിലുള്ള കുട്ടികളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ട്രൂവൻസി എന്ന് വിളിക്കുന്നത്. അലസതയാണ്, അലസന്മാരായിട്ടുള്ളവരാണ്, ലേസിനെസ് ആയിട്ടുള്ള ഒരു പീപ്പിൾസ് ആണ് എന്ന് വിളിക്കുന്നത് ട്രൂവൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ട്രൂവൻസി ഒന്നുകൂടെ പറഞ്ഞു തരാം. കുറച്ച് കുട്ടികള് എന്താണ് ക്ലാസ്സിൽ സമയത്ത് കയറില്ല, അവർക്ക് വിദ്യാഭ്യാസത്ത് എന്ന് പറയുന്ന അല്ലെ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു പ്രാധാന്യം കൊടുക്കുന്നേ ഇല്ല. മനസ്സിലാവുന്നുണ്ട്? പ്രാധാന്യം കൊടുക്കുന്നില്ല. ഒരു ക്ലാസ്സിൽ കയറാതെ അല്ല എങ്കിൽ എന്താണ് സമയത്തിന് വീട്ടിലും എന്ത് ചെയ്യുന്നില്ല, എത്താതെ എന്ത് ചെയ്യുന്നു, ഒരു പുറത്തുള്ള സാമൂഹ്യ വിരുദ്ധരുമായിട്ട് അല്ലെങ്കിൽ സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന മറ്റ് പീപ്പിൾസുമായിട്ട് മിങ്കിളായിട്ട് അവരുടെ ബിഹേവിയർ എന്തുണ്ടാവുന്നു, മാറ്റം സംഭവിക്കും, ചേഞ്ച് ചെയ്യുന്നു. ഒന്നുമില്ല, ക്ലാസ്സിലും വീട്ടിലൊന്നും കയറാതെ ബാക്കി പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള ആൾക്കാരുമായിട്ട് സാമൂഹ്യ വിരുദ്ധരുമായിട്ട് കൂട്ടുചേരുകയും സ്വഭാവത്തിൽ എന്തോ സംഭവിക്കുന്നു, മാറ്റങ്ങൾ സംഭവിക്കുകയും അവരുടെ സ്വഭാവം നശിക്കുകയും എഡ്യൂക്കേഷൻ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് എന്ത് വിളിക്കുന്നത്, ട്രൂവൻസി എന്ന് വിളിക്കുന്നത്. 2 മാർക്കിന് എക്സാമിന് ചോദിക്കും. എന്താണ് ട്രൂവൻസി എന്ന് പറയുന്നത്? കുട്ടികൾ എന്താണ് കൂട്ടം കൂടി എന്താ സംഭവിക്കുന്നത്, സ്കൂളിൽ കയറാതെ എഡ്യൂക്കേഷൻ എന്ത് ചെയ്യുന്നു, സ്വായത്തമാക്കാതെ, വീട്ടിനുള്ളിൽ എന്താണ് സമയത്തിന് പോകാതെ പുറത്തുള്ള ഔട്ട്സൈഡിലുള്ള സാമൂഹ്യ വിരുദ്ധരുമായിട്ട് ഗ്യാങ് കൂടുകയും അവരുമായിട്ട് ചേർന്ന് എന്ത് സംഭവിക്കുന്നു, അവരുടെ സൊസൈറ്റിയിൽ അവരുടെ ബിഹേവിയർ നശിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ട്? ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, അവർക്കപ്പോ എഡ്യൂക്കേഷൻ നടക്കോ? നിങ്ങൾ തന്നെ ചിന്തിക്കുക. ഈ ലോകത്തില് സൊസൈറ്റിയിൽ നിന്നാണ് ഓരോരുത്തർ ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടില്ലേ, പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർ എന്തില്ല, സമയത്തിന് എന്ത് ചെയ്യില്ല, എല്ലാ ബസ്സും പോയാൽ അവർ എന്ത് ചെയ്യില്ല, ബസ്സിൽ കയറില്ല. അല്ലെങ്കിൽ എല്ലാ സമയത്തും എല്ലാ ഫ്രണ്ട്സും പോയാലും
ഇവർ വീടുകളിൽ പോകാതെ അവിടെ കൂടെ കറങ്ങി ഇവിടെ കൂടെ കറങ്ങി ഇങ്ങനെ ബഹളം വെച്ച് ഇങ്ങനെ നടക്കും. അലസന്മാരാണ്. അവരുടെ ലൈഫിന് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല, അവരുടെ ജീവിത ശൈലിക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ എൻജോയ്മെന്റ് ചെയ്യാനാണ് അവർ ആഗ്രഹിക്കുന്നത്. മനസ്സിലായോ? ഒരു അലസന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. പഠനങ്ങൾ അവരെ അലസത എന്നാണ്, ഊർജ്ജസ്വലരല്ലേ, അവർ എനർജറ്റിക് അല്ല. മനസ്സിലായോ? അപ്പൊ അങ്ങനെ നടക്കുമ്പോൾ അവരുടെ എഡ്യൂക്കേഷൻ കൃത്യമായി നടക്കോ? ഇല്ല. അവരുടെ പ്രോപ്പറായിട്ട് എഡ്യൂക്കേഷൻ ഒന്നും തന്നെ എന്ത് ചെയ്യില്ല, നടക്കില്ല. ക്ലിയർ അല്ലേ? അവർക്ക് നന്നായിട്ട് പഠിക്കാൻ കഴിയില്ല, അവരുടെയൊക്കെ ഒരു നല്ലൊരു ജോലി സമ്പാദിക്കാൻ കഴിയില്ല, ഫാമിലിയിൽ ഒരു സെക്യൂർ ഇല്ല. ഇങ്ങനെയുള്ള കുട്ടികളെയാണ് എന്ത് വിളിക്കുന്നത്? ട്രുവൻസി എന്ന് വിളിക്കുന്നത്. നമ്മൾ രണ്ട് കാര്യങ്ങൾ നോക്കി, ക്രൈം നോക്കി, ട്രുവൻസി നോക്കി. ക്രൈം എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ക്രൈംസ് ഉണ്ട് അല്ലെ? പൊളിറ്റിക്കൽ ക്രൈംസ് ഉണ്ട്, ഇക്കണോമിക് ക്രൈംസ് ഉണ്ട്, അതുപോലെ തന്നെ സൊസൈറ്റിയിലുള്ള ക്രൈംസ് ഉണ്ട്, പിന്നെ എന്താണ് റിലീജിയസ് ക്രൈംസ് ഉണ്ട് അല്ലെ? ഇതെല്ലാം ക്രൈംസ് ആണ്. അത് കഴിഞ്ഞ ശേഷം ട്രുവൻസി നോക്കി. ട്രുവൻസി എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞത്. ട്രുവൻസി എന്ന് പറയുന്നത് എന്താണ്? കുട്ടികളെ കൂട്ടം കൂടി വീട്ടിൽ സമയത്തിന് എത്താതെയും സ്കൂളിൽ എന്താണ് സമയത്തിന് ക്ലാസ്സിൽ കയറാതെയും അവരുടെ എഡ്യൂക്കേഷൻ ഡിസ്ട്രാക്ഷൻ സംഭവിക്കുകയും എഡ്യൂക്കേഷൻ നശിക്കുകയും അങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് എന്താ സംഭവിക്കുന്നത്? അവരുടെ ബിഹേവിയർ ചേഞ്ച് തന്നെ ടോട്ടലി മാറ്റം സംഭവിക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ട്രുവൻസി എന്ന് വിളിക്കുന്നത്. ക്ലിയർ? അടുത്തത് വാഗ്രൻസി. വാഗ്രൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ഇതും ഇതുപോലെ ചില കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. ചില കുട്ടികൾ, അപൂർവം ചില കുട്ടികളിൽ കണ്ടുവരുന്നതാണ്. ഒരു ലൈഫിൽ അവർക്ക് ഒരു അച്ചീവ്മെന്റ് ചെയ്യണമെന്നോ ഒരു എയിമോ ഇല്ല. മനസ്സിലായോ? ഇതിനെയാണ് വാഗ്രൻസി എന്ന് പറഞ്ഞത്. ഒരു എയിം, പ്രോപ്പർ ആയിട്ടുള്ള ഒരു എയിം ഇല്ലാത്ത പീപ്പിൾസ്, എയിം ഇല്ലാത്ത സ്റ്റുഡൻസിനെയാണ് എന്ത് വിളിക്കുന്നത്? വാഗ്രൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ പേരുകൾ കാണുമ്പോൾ വലുതാണെന്ന് വിചാരിക്കും, പക്ഷെ ഒന്നുമില്ല, കാര്യത്തിനകത്ത് ഒന്നുമില്ല. വാഗ്രൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ചില കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. എങ്ങനെയാണ്? ലൈഫിൽ അവർക്ക് എന്തില്ല? ഒരു എയിമോ ഒരു അംബീഷനോ ഒന്നും തന്നെ ഇല്ലായിരിക്കും. ഇവരെങ്ങനെയാണ്? ഒരുമാതിരി അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു പ്രവണതയാണ്. എന്ന് വെച്ചാൽ നേരത്തെ ആ ട്രുവൻസിയിലുള്ള പീപ്പിൾസിന്റെ കാര്യം തന്നെയാണ്, അതുപോലെ തന്നെയാണ്. ഒരു അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു മെന്റാലിറ്റിയും, പിന്നെ എന്താണ്? മറ്റുള്ളവര് മോശം കമന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഈ റോഡ് സൈഡിൽ കല്ലെങ്കില് അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പിലൊക്കെ ഇരുന്നിട്ട് മറ്റുള്ളവരെ എന്ത് ചെയ്യും? ഒരുമാതിരി മോശപ്പെട്ട കാര്യങ്ങൾ പറയുകയും മോശം സ്വഭാവങ്ങളിലൂടെ അവരെ എന്ത് ചെയ്യുക? ആകർഷിക്കുകയും ചെയ്യുന്ന ആൾക്കാർ, അവരെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മൾ വാഗ്രൻസി എന്ന് വിളിക്കുന്നത്. ഒന്നുകൂടെ വാഗ്രൻസി എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടു തമ്മിൽ മാറിപ്പോയി. ട്രുവൻസി വേറെ, വാഗ്രൻസി വേറെ. വാഗ്രൻസി എന്ന് പറയുമ്പോൾ എന്താണ്? ചില കുട്ടികളില് അവരുടെ ലൈഫിൽ കണ്ടുവരുന്നത് എന്താണ്? ലൈഫിൽ എന്താണ്? ഒരു എയിം അവർക്ക് കാണില്ല. ഒരു എയിം, ഒരു ലൈഫ് എന്ന് പറയുന്നത് തന്നെ അവർ എയിമിന് വേണ്ടി പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഒരു അംബിഷനും കാണില്ല, ഒരു എയിമും കാണില്ല. ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയും പിന്നെന്താണ്? ആരെയും എന്താണ്? ഉപദ്രവിക്കുകയും ചെയ്യുന്ന, അല്ലെ? ഉപദ്രവിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എങ്ങനെയാണ്? മോശം കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ലേഡീസ്, ഗേൾസ് ഒക്കെ പോകുമ്പോൾ അവരെ എന്തെങ്കിലും കമന്റ്സ് ഒക്കെ, മോശം കമന്റ്സ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരെ കണ്ടിട്ടില്ലേ? ഇവരെയാണ് എന്ത് വിളിക്കുന്നത്? വാഗ്രൻസി പീപ്പിൾസ്, അല്ലെ? വാഗ്രൻസി എന്ന് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കുട്ടികളിൽ എന്താണ് കാണപ്പെടുന്നത്? ഇവരുടെ ലൈഫിൽ കാണപ്പെടുന്ന ഒരു ലക്ഷ്യവും ഇല്ല, അവരുടെ ലൈഫിൽ ഒരു എയിമോ ഒന്നും തന്നെ അവർക്കില്ല. അവരിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളാണ്. അവരാരെയും ഉപദ്രവിക്കും. അവരുടെ ലൈഫിൽ അവർക്ക് ഇങ്ങനെ ഒരു കമ്മിറ്റ്മെന്റോ ഒരു എന്താണ് ഇഷ്ടമോ ഒന്നുമില്ല. അവരാരെയും ഉപദ്രവിക്കുകയും മോശം കമന്റ്സ് ഇടുകയും ചെയ്യും. പിന്നെ സ്മോക്കിംഗ്, ആൽക്കഹോൾ, ഇതൊക്കെ അവർക്ക് ഇടയിലുണ്ട്. അവരുടെ ലൈഫിൽ എന്ന് പറഞ്ഞാൽ അവരിങ്ങനെ ആ ഒരു അടിച്ചുപൊളി ലൈഫിനാണ് അവർ പ്രാധാന്യം നൽകിയത്, അല്ലെങ്കിൽ പ്രാധാന്യം നൽകുന്നത്. ഏതെങ്കിലും ഒരു എന്താണ് ഒരു ജംഗ്ഷനിലോ ഏതെങ്കിലും സ്ഥലത്ത് കയറിയിരുന്ന് മറ്റുള്ളവരെ എന്ത് ചെയ്യും? കമന്റ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിങ്ങനെ നടക്കുന്നതിനാണ് എന്ത് വിളിക്കുന്നത്? വാഗ്രൻസി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? 3 എണ്ണം പഠിച്ചു. ക്രൈം പഠിച്ചു, വാഗ്രൻസി പഠിച്ചു, പിന്നെ ട്രുവൻസി പഠിച്ചു. ഓക്കെ, ഇനി അടുത്തത് ജുവനൈൽ ഡെലിഗൻസ്. നമുക്ക് അടുത്ത 4മത്തത് എന്താണ്? ജുവനൈൽ ഡെലിഗൻസി. എന്താണ് ജുവനൈൽ ഡെലിഗൻസ് എന്ന് പറയുന്നത്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ. പ്രായപൂർത്തി എന്ന് പറയുന്നത് എന്താണ്? 18 വയസ്സാകാത്ത കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികള് ചെയ്യുന്ന കുറ്റകൃത്യത്തെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ എന്തിൽ പെടുത്താം? നമുക്ക് ഏത് കാറ്റഗറിയിലാണ് അവരെ പെടുത്തുന്നത്? ജുവനൈൽ ആയിട്ടുള്ള കുട്ടികളാണ്. മനസ്സിലാവുന്നുണ്ടോ? ഒരു ജുവനൈൽ ആയിട്ടുള്ള കാറ്റഗറിയിലുള്ളവരാണ്. അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ ജുവനൈൽ ഡെലിഗൻസി അല്ലെങ്കിൽ എന്താണ് കൗമാര കുറ്റകൃത്യങ്ങൾ എന്ന് വിളിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇവർക്ക് എന്താണ് 18 വയസ്സ് തികയുന്നതിന് മുമ്പ് ഇവർ എന്തെങ്കിലും ഒരു നിയമപരമായിട്ട് ലീഗലായിട്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ എന്താ ചെയ്യുന്നത്? ശിക്ഷിക്കാൻ റൈറ്റ് നമ്മുടെ ഇന്ത്യൻ എന്താണ് നിയമസംഹിതയ്ക്ക് ഉണ്ട്. മനസ്സിലായോ? 18 വയസ്സിന് തികയുന്നതിന് മുമ്പ്, അതിനുശേഷം ഉണ്ട് 18 വയസ്സിന് എന്താണ് താഴെയുള്ള കുട്ടികളെ എന്തെങ്കിലും നിയമബദ്ധമായി ചെയ്യുകയാണെങ്കിൽ അവരെന്താ പറയുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നു. ക്ലിയർ അല്ലേ?
പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? പ്രായപൂർത്തിയാകുന്ന കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുമ്പോൾ എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. സമൂഹത്തിൽ അവർക്ക് എത്ര വയസ്സ് തികയുന്നതിന് മുമ്പാണ് അവർ ചെയ്യുന്നത്? 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മനസ്സിലാവുന്നുണ്ടോ? 18 വയസ്സിന് താഴെയുള്ള കുട്ടികളെ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. നമുക്കറിയാം ജുവനൈൽ കോർട്ട് അല്ലെ? മിക്ക ഇപ്പോഴത്തെ ചില സിനിമകളിലൊക്കെ ഉണ്ട് ജുവനൈൽ ആയിട്ടുള്ള കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്? കുറ്റകൃത്യങ്ങൾ ചെയ്യുകയും അവരെ എന്ത് ചെയ്യുന്നു? ഉപദ്രവിക്കുകയും അല്ലെങ്കിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഉള്ള സിനിമകൾ നമ്മൾ ഒത്തിരി കണ്ടിട്ടുണ്ട്. അതാ പറയുന്നത് ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്നത് എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികള് എന്ത് ചെയ്യുന്നുണ്ട്? സമൂഹത്തിൽ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. അപ്പൊ ക്രൈം നോക്കി, ട്രുവൻസി നോക്കി, വാഗ്രൻസി നോക്കി, ജുവനൈൽ ഡെലിഗൻസി നോക്കി. ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്നത് എന്താണ്? പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെ കുറ്റകൃത്യങ്ങളെയാണ് അല്ലെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് അവർ ചെയ്യുന്ന നിയമവിരുദ്ധമായ കാര്യങ്ങളെ എന്താണ്? നിയമവിരുദ്ധമായി അല്ലെങ്കിൽ എന്താണ് അവർ ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ എങ്ങനെയാണ് നമ്മള് സമീപിക്കുന്നത്? അവരെങ്ങനെയാണ് ജീവിതത്തിൽ കുറ്റങ്ങൾ ചെയ്യുകയും അവർ പെരുമാറ്റത്തിൽ ഏർപ്പെടുകയും ചെയ്യുന്നതിനെയാണ് ആ കുട്ടികളെയാണ് ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്ന പേര് കൊടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് പിന്നെന്താണ്? അവരുടെ കാരണങ്ങൾ എങ്ങനെയാണ്? എങ്ങനെ ആകുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് ഇവർ ജുവനൈൽ ആയിട്ടുള്ള ക്രൈംസ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങുമോ? ഇവരുടെ ലൈഫ് സ്റ്റൈല് എങ്ങനെയാണ്? ഒന്നുകിൽ എന്താണ്? പാരന്റ്സ് കാണില്ല, അവരെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള പ്രൊട്ടക്ഷൻ ഇല്ലായിരിക്കാം, സിബ്ലിങ്സ് അല്ലെങ്കിൽ സഹോദരങ്ങൾ ഇല്ലായിരിക്കാം, പിന്നെ എന്താണ്? ഫാമിലിയിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം, സ്കൂളിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം, പല സ്ഥലങ്ങളിൽ നിന്ന് ഒറ്റപ്പെടൽ അനുഭവപ്പെടാം. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് എന്താണ്? പ്രശ്നങ്ങൾ മനസ്സിൽ ആഞ്ഞടിക്കും. ഈ പ്രശ്നങ്ങളും സ്ട്രഗിളും ഒക്കെ ചെയ്യുന്നത് ഇവരെ എന്താണ്? സമൂഹത്തിലോട്ടാണ്. അപ്പൊ അവർ കാണിക്കുന്ന ആ പ്രശ്നങ്ങളെയാണ് എന്ന് വിളിക്കുന്നത് ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഇവർക്ക് സാമൂഹ്യപരമായ കാരണങ്ങൾ കാണും, സാമ്പത്തികപരമായ കാരണം. എടാ ചിലവർക്ക് എന്താണ്? പാരന്റ്സ് ഒന്നും കാണില്ല, അച്ഛനും അമ്മയും ഒന്നും കാണില്ല. അപ്പൊ അവരുടെ ലൈഫിൽ അവർക്ക് അന്നുള്ള കാര്യങ്ങൾ എന്താണ്? കടന്നു പോകണം. അവർ ചിലപ്പോൾ എന്തിലോട്ട് തിരിഞ്ഞെന്ന് വരാം? മോഷണത്തിലോട്ട് തിരിഞ്ഞെന്ന് വരാം, ഉപദ്രവങ്ങളിലോട്ട് തിരിഞ്ഞെന്ന് വരാം, അല്ലെ? ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ വ്യക്തിപരമായ കാരണങ്ങളോട് തിരിഞ്ഞെന്ന് വരാം. ഇതെല്ലാം എന്തിൽ വരുന്നതാണ്? ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്നത്. ഇപ്പൊ പ്രായപൂർത്തിയാകാത്ത കുട്ടികള് എന്താണ്? കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ അല്ലേ? അപ്പൊ അതെങ്ങനെയൊക്കെ വരും? ഒരു സാമൂഹിക സാമ്പത്തിക പരമായിട്ടുള്ള വൈകല്യങ്ങളായിട്ട് വരും, പിന്നെ വ്യക്തിപരമായ കാരണങ്ങളായിട്ടും വരും. ഇതാണ് ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുന്നത്. അപ്പൊ ക്രൈം നോക്കി, പിന്നെ എന്താണ്? ട്രുവൻസി നോക്കി, വാഗ്രൻസി നോക്കി, പിന്നെ ജുവനൈൽ ഡെലിഗൻസി നോക്കി. ജുവനൈൽ ഡെലിഗൻസി ഒന്നുകൂടെ പറയുന്നു, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്? ജുവനൈൽ ഡെലിഗൻസി എന്ന് വിളിക്കുന്നത്. ഇനി ആൽക്കഹോളിസം. എന്താണ് ആൽക്കഹോളിസം? നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ? ഫാമിലി എന്ത് ചെയ്യുന്നു? തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു വിപത്താണ് എന്ന് വിളിക്കുന്നത് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അറിയാലോ ആൽക്കഹോളിസം എന്ന് പറഞ്ഞ ചില സൊസൈറ്റികളിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആൽക്കഹോളിസം അംഗീകരിക്കുന്നുണ്ട്. ചില സൊസൈറ്റിയിൽ ആൽക്കഹോളിസം അംഗീകരിക്കുന്നുണ്ട്, ചില സൊസൈറ്റികളിൽ എന്ത് ചെയ്യുന്നില്ല? ആൽക്കഹോളും റെസ്ട്രിക്ഷൻ ആണ്. ചില സൊസൈറ്റികൾ എങ്ങനെയാണ്? ആൽക്കഹോൾ മദ്യപാനം എന്താണ്? റെസ്ട്രിക്ഷൻ ആണ്. ഒരു പരിധിയുണ്ട് അല്ലെ? അതനുസരിച്ചാണ് പോകുന്നത്. പക്ഷെ ചിലയിടത്ത് എങ്ങനെയാണ്? അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അമേരിക്ക അങ്ങനെയുള്ള കൺട്രികളിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാം? മദ്യപാനം എന്ത് ചെയ്യണം? അലൗഡാണ്. മിക്കയിടത്തും എന്താണ്? അലൗഡാണ്. നമുക്ക് ഇവിടെ ചിലയിടത്ത് എന്തല്ല? അലൗഡ് അല്ല. അതാ പറഞ്ഞ സൊസൈറ്റിയിൽ ചിലയിടത്ത് അംഗീകരിക്കുന്നത് പോലെ അല്ല മറ്റു സ്ഥലങ്ങളിലോട്ട് അംഗീകരിക്കുന്നത്. പിന്നെ ഈ ആൽക്കഹോളിസം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ? ഫാമിലി എന്ത് ചെയ്യുന്നു? തകർത്തെറിഞ്ഞതാണ് ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന്റെ മെയിൻ കാരണം എന്ത് തന്നെയാണ്? ഇന്നത്തെ ഈ ഒരു മദ്യപാനം തന്നെയാണ്. അപ്പൊ ആൽക്കഹോളിസം എന്ന് പറയുന്നത് എന്താണ്? അറിയാലോ അല്ലെ? മദ്യപാനമാണ്. മദ്യപിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ പോലും എന്ത് ചെയ്യുന്നില്ല? മനസ്സിലാക്കുന്നില്ല അല്ലെ? അവർക്ക് ഒന്നിനെ പറ്റി എന്തല്ല അറിവില്ല. അവരുടെ ലൈഫിൽ അവർ എന്താ ചെയ്യുന്നത്? ഓരോന്നും എന്ത് ചെയ്യുന്നുണ്ട്? വാങ്ങി ഉപയോഗിച്ച് ചീത്തയായ രീതികളിലൂടെ നടക്കുന്നു. ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്? ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ഫാമിലി ബന്ധങ്ങൾ അല്ലെങ്കിൽ കുടുംബ ബന്ധങ്ങൾ അല്ലെങ്കിൽ മക്കളുടെ ലൈഫ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? തകർത്തെറിയുന്ന ഒരു ഘടകമാണ് എന്തെന്ന് പറയുന്നത്? ഈ ആൽക്കഹോളിസം എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ഫാമിലിയിലെ ബന്ധത്തെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? തകർക്കുന്നുണ്ട്. ഫാമിലിയുടെ അവസ്ഥകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരുന്നുണ്ട്. ഇനി എന്ന് പറയുന്നത് ഡ്രഗ് അഡിക്ഷൻ. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? നമുക്കറിയാം, മദ്യം, മയക്കുമരുന്ന് എന്നൊക്കെ പറയാം അല്ലെ? അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ സുലഭമാണ്. ഒരുപാട് സ്കൂൾ കുട്ടികൾ മുതൽ എന്താണ് വലിയവർ വരെ എന്തിൽ ഉപയോഗിക്കുന്നുണ്ട്? ഈ ഡ്രഗ് അഡിക്ഷൻ ഉണ്ട്. ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ശരീരത്തിലെ ഓരോ അവയവങ്ങളും എന്ത് ചെയ്യും? കാർന്നു തിന്നുന്ന അതികഠിനമായ രോഗത്തേക്ക് വിളിച്ചു വരുത്തുന്ന അസുഖങ്ങളാണ്.
അപ്പൊ ഈ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, ഭയങ്കരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മയക്കുമരുന്നിനും മദ്യത്തിനും അടിമപ്പെട്ടിരിക്കുന്നവരെ എന്ത് വിളിക്കുന്നു, ഡ്രഗ് അഡിക്റ്റഡ് എന്ന് പറയും. അവർക്കൊന്നിനെ പറ്റിയും ധാരണ ഇല്ല, സ്കൂളിൽ പോകുന്നു, വരുന്നു, ഉറങ്ങുന്നു, ആ ഒരു അവസ്ഥയാണ്. അവരുടെ ലൈഫിൽ ഒന്നും തന്നെ ചെയ്യാനുള്ള ഊർജ്ജസ്വലതയും ഉന്മേഷവും ഒന്നും അവർക്ക് കാണില്ല. ഇതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും ഉണ്ടോ? ഒരു 100 എന്താണ് 90% ആൾക്കാർക്കും ഈ ഒരു പ്രശ്നം ഇന്ന് കണ്ടുവരുന്നുണ്ട്. മനസ്സിലായോ? ഇതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന്. ആൽക്കഹോളിസം പോലെ തന്നെയാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഇതിനനുസരിച്ച് നമ്മൾ ഒരു പുകയില വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിലുള്ള ക്യാമ്പയിൻസും റാലീസും അതുപോലെ പിക്ചേഴ്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സംഘടിപ്പിക്കുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാരാണ് അത് ശ്രദ്ധിക്കുന്നത്, അത് അനുസരിക്കുന്നത്? അപ്പൊ അതാ പറയുന്നത്, ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു ക്രൈം തന്നെയാണ്. മനസ്സിലായി? ഇപ്പൊ ക്രൈംസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കിയത്, ഈ ഒരു ചാപ്റ്ററിൽ നോക്കിയ ക്രൈംസ് ഏതൊക്കെയാണ്? സോഷ്യൽ ഡീവൈൻസ് എന്ന് പറയുമ്പോൾ ക്രൈം ഉണ്ട്, പിന്നെന്താണ് ട്രൂവൻസി, വാഗ്രൻസി, ജുവനൈൽ ഡെലിഗൻസ്, ആൽക്കഹോളിസം, പിന്നെ ഡ്രഗ് അഡിക്ഷൻ. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു നമ്മുടെ 6 എണ്ണമാണ്. ക്രൈം 1, ട്രൂവൻസി, പിന്നെന്താണ് വാഗ്രൻസി, ജുവനൈൽ ഡെലിഗൻസി, ആൽക്കഹോളിസം, ഡ്രഗ് അഡിക്ഷൻ. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട എന്താണ്, നമ്മുടെ പ്രധാനപ്പെട്ട സോഷ്യൽ ഡീവിയൻസ് ആണ്. ഇത് ഇത്രയും ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകുമോ? ഇല്ല. നമ്മുടെ ലൈഫിൽ സന്തോഷം ലഭിക്കുമോ? ഇല്ല. നമ്മുടെ കുട്ടികൾ നല്ല എഡ്യൂക്കേറ്റഡ് ആവോ? ഒരിക്കലും ഇല്ല. അവരെപ്പോഴും എന്തിലോട്ട് പോകും? തെറ്റിൽ നിന്ന് തെറ്റിലോട്ട് പൊക്കോണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ സോഷ്യൽ ഡീവിയൻസ്, സമൂഹത്തെ കാർന്നു തിന്നുന്ന എന്താണ് മറ്റ് പ്രശ്നങ്ങളെയാണ് എന്തെന്ന് വിളിക്കുന്നത്, സോഷ്യൽ ഡീവിയൻസ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുമ്പോൾ എന്താണ്, സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെയാണ് എന്ത് വിളിക്കുന്നത്, സോഷ്യൽ ഡീവിയൻസ് എന്ന് പറയുന്നത്. വ്യതിചലിക്കുകയാണ്. അത് ലൈഫിൽ അവർ എന്ത് ചെയ്യുന്നുണ്ട്, ഒന്നിൽ നിന്ന് ഒന്നിലോട്ട് വ്യതിചലിച്ചു പോകുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, ഡ്രഗ് അഡിക്ഷൻ എന്ന് വിളിക്കുന്നത്. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നിർത്താൻ പ്രയാസം ആണ്. മനസ്സിലാവുന്നില്ലേ? അവർ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രയാസമായിരിക്കാം പിന്നെ അത് നിർത്താനായിട്ട്. അതിനായി ഒരു എന്ത് ചെയ്യും, പ്രയാസം അനുഭവിക്കുന്നു. അത് മാത്രമല്ല കുടുംബത്തിനുള്ളവർക്ക് സമാധാനം എന്ത് ചെയ്യില്ല, കിട്ടില്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണെന്ന് വിളിക്കുന്നത് നമ്മുടെ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ക്രൈം, സൂയിസൈഡ്, റേപ്പ്, അതുപോലെ മോഷണം, ഇവയെല്ലാം എന്തിലുള്ള അടിസ്ഥാനമാണ്, സോഷ്യൽ ഡീവിയൻസിന് എന്താണ് അടിസ്ഥാനമാണ്. പിന്നെന്ന് പറയുന്നത് ഒരു ക്രൈം ഉണ്ടാകുന്ന കാരണം എങ്ങനെയാണ്, സ്വഭാവ സവിശേഷതകളുണ്ട്, അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്, സാമൂഹ്യ സാഹചര്യങ്ങളുണ്ട്, പിന്നെന്താണ് സാമ്പത്തികപരമായ സാഹചര്യങ്ങൾ ഉണ്ട്. മനസ്സിലാവുന്നുണ്ട്? ഇനി ട്രൂവൻസി എന്ന് പറയുന്നത് എന്താണ്, വിദ്യാർത്ഥികൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സിലൊന്നും കയറാതെ എന്ത് ചെയ്യുന്നുണ്ട്, അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന അവസ്ഥയാണ് എന്ത് വിളിക്കുന്നത്, ട്രൂവൻസി എന്ന് വിളിക്കുന്നത്. വാഗ്രൻസി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, ചില കുട്ടികളിൽ മാത്രം കണ്ടുവരുന്ന ലൈഫില് ഒരു ലക്ഷ്യമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന എന്താണ് രീതിയെയാണ് എന്ത് വിളിക്കുന്നത്, വാഗ്രൻസി എന്ന് വിളിക്കുന്നത്, അല്ലെ? അവരെന്ത് ചെയ്യും, ആരെ ഉപദ്രവിക്കും, അവരുടെ കണ്ണിൽ കാണുന്നവരെല്ലാം ഉപദ്രവിക്കുകയും അതുപോലെ അവരെ എന്ത് ചെയ്യും, മോശം കമന്റ്സ് പറയുകയൊക്കെ ചെയ്യുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്, വാഗ്രൻസി എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് ജുവനൈൽ ഡെലിഗൻസി. ജുവനൈൽ ഡെലിഗൻസി എന്ന് പറയുമ്പോൾ എന്താണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്യുന്ന കുറ്റകൃത്യങ്ങൾ. ജുവനൈൽ ഡെലിഗൻസി എന്ന് എന്താണ്, പ്രായപൂർത്തിയാകാത്ത കുട്ടികൾ എന്ത് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ്. 18 വയസ്സിന് താഴെയുള്ള കുറ്റവാളികളെ വിളിക്കുന്ന പേരാണ് എന്ത്, ജുവനൈൽ ഡെലിഗേറ്റ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇവർ എന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ 18 വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും, നിയമവിരുദ്ധമായ കാര്യങ്ങളും നിയമവിരുദ്ധമായ എന്താണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പൊ അതുകൊണ്ട് എന്താണ്, ഇവർക്ക് വൈകല്യങ്ങളുണ്ട്, അതുപോലെ സാമ്പത്തികമായ പ്രശ്നങ്ങളുണ്ട്, വ്യക്തിപരമായ ഘടകങ്ങളുണ്ട്. ഇതെല്ലാം എന്തിലോട്ട് വരുന്നു, ജുവനൈൽ ഡെലിഗൻസിയിൽ വരുന്നത്. മനസ്സിലായോ? ഇനി ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഫാമിലി എന്താണ് തന്നിരിക്കുന്ന ചില സൊസൈറ്റിയിലെ ഘടകങ്ങളാണ്, അല്ലെ? ഫാമിലി എന്ന് പറയുമ്പോൾ ആ സൊസൈറ്റിയിൽ എന്താണ് വളരെയധികം പ്രശ്നങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കുന്ന ഒരു വിപത്താണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ആൽക്കഹോളിസം അല്ലെ, മയക്കുമരുന്ന് അല്ലെങ്കിൽ വേറൊന്നുമല്ല, മദ്യമാണ്. മദ്യം എന്താണ്, സൊസൈറ്റി എന്ത് ചെയ്യുന്നു, വളരെ രീതിയിൽ തകിടം മറിക്കുന്ന ഒരു സംഭവമാണ്. അതാണ് ആൽക്കഹോളിസം എന്ന് പറയുന്നത്. ഓക്കെ. ഇനി എന്താണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് ഒരുപാട് എന്താണ് ഇന്നത്തെ തലമുറ നോക്കുവാണെങ്കിൽ ഇന്നത്തെ കുട്ടികൾ ഒരുപാട് ഡ്രഗ് അഡിക്റ്റഡ് ആയി പോകുകയാണ്, അല്ലെ? അതിന് ആയി പോകാനായിട്ട് ഒന്നുമില്ല. എല്ലാവരും എന്ത് ചെയ്തു, ആ ഒരു മേഖലകളിലോട്ടൊക്കെ തിരിയാനായിട്ട് ശ്രമിച്ചു. ഇപ്പൊ ഡ്രഗ് അഡിക്റ്റഡ് ആണ് ഇന്ന് എല്ലാവരും, എന്താണ് അഡിക്റ്റഡ് ആണ്, അല്ലെ? അഡിക്റ്റഡ് ആയി മാറിയിരിക്കുകയാണ്. അതാണ് ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പം നിങ്ങൾ എസ്സേ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇതെല്ലാം കൂടെ ഒരുമിച്ച് എഴുതുക. ചിലപ്പോൾ എക്സാമിന് ട്രൂവൻസി എന്താണ്, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ വാഗ്രൻസി എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാനായിട്ട് സാധിക്കണം. മനസ്സിലാവുന്നുണ്ടോ? എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് എഴുതാനായിട്ട് സാധിക്കണം. അല്ലാത്ത പക്ഷം നിങ്ങൾ എന്തൊക്കെ പഠിച്ചിട്ട് പോയാലും അതിലെന്തില്ല, ഒരു ബെനിഫിറ്റ്സും ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നന്നായിട്ടൊന്ന് പഠിക്കുക, നന്നായിട്ടൊന്ന് വായിച്ചു നോക്കുക,
സംശയമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യുക, വാട്സപ്പിൽ എന്ത് ചെയ്യുക നമുക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ യൂട്യൂബിലോ ഒക്കെ എന്ത് ചെയ്യുക, ഒരു മെസ്സേജ്, നമുക്കറിയാം നമ്മുടെ ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ യൂട്യൂബിന്റെ ചാനലിലൊക്കെ നിങ്ങൾക്ക് കമന്റ്സും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പൊ അതിൽ നിങ്ങളുടെ വിലയേറെ കമന്റ്സും ഒക്കെ നമുക്ക് രേഖപ്പെടുത്തി വെക്കുക. ഇപ്പം നിങ്ങൾ പഠിക്കുമ്പോൾ തന്നെ ഈ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ആ 5 ക്വസ്റ്റ്യൻ പഠിക്കുന്നതിനായിട്ട് നമുക്ക് ഒരു പ്രയാസവും ഇല്ല, ഇല്ലേ? ഒരു പ്രയാസവും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുള്ളവരാണെങ്കിൽ യൂട്യൂബിന്റെ ആ ഒരു ക്ലാസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ താഴെ കമന്റ് സെക്ഷനിൽ നമ്മളെ വന്ന് എന്ത് ചെയ്യുക, അറിയിക്കുക. അത് മാത്രമല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും നമ്മളെ കുറിച്ച് കോൺടാക്ട് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 5 ക്വസ്റ്റ്യനേ ഉള്ളൂ, അല്ലേ? നമുക്ക് ഏതൊരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 5 ക്വസ്റ്റ്യൻ മാത്രമേ നമ്മൾ പഠിക്കുന്നുള്ളൂ, അല്ലെ? അല്ലാതെ നമ്മൾ വലിച്ചു വാരിട്ട് പഠിച്ചിട്ടൊന്നും ഒരു കാര്യവും ഇല്ല. നമ്മൾ എന്തൊക്കെ പഠിച്ചിട്ടും കാര്യമില്ല. നമുക്ക് എന്താണോ എക്സാമിന് വേണം, നിങ്ങൾക്ക് എക്സാമിന് വേറെ ഒന്നും ചോദിക്കില്ല. ട്രുവൻസി എന്താണെന്ന് ചോദിക്കും, അതുപോലെ തന്നെ എന്താണ് വാഗ്രൻസി എന്താണെന്ന് ചോദിക്കും, ക്രൈം എന്താണെന്ന് ചോദിക്കും, പിന്നെന്താണ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചോദിക്കുക എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ എന്താണ് സോഷ്യൽ ഡീവിയൻസ് ആൻഡ് സോഷ്യൽ കൺട്രോൾ, ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ചോദിച്ചാൽ എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞിരിക്കണം, അല്ലെ? എങ്ങനെ ചോദിച്ചാലും എഴുതാനായിട്ട് കഴിഞ്ഞിരിക്കണം. അപ്പൊ അങ്ങനെ എഴുതുമ്പോൾ സുഖമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എഴുതാൻ സുഖമായിട്ട് നമുക്ക് എന്ത് ചെയ്യും, എക്സാമും നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അല്ലാതെ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ ഡ്രഗ് അഡിക്ഷൻ എന്താണെന്നോ ചിലപ്പോൾ ആൽക്കഹോളിസം എന്താണെന്ന് ചോദിക്കുന്നതിനേക്കാളും ബെസ്റ്റ് ആണ് ജുവനൈൽ ഡെലിക്വൻസി. അത് കുറച്ചുകൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ അവിടെ നിങ്ങൾ ഇങ്ങനെ എഴുതണം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളാണെന്ന് എടുത്തെഴുതണം, എങ്കിൽ മാത്രമേ മാർക്ക് കിട്ടുള്ളൂ. അല്ല എങ്കിൽ ട്രുവൻസി എന്താണ്, അല്ല എങ്കിൽ വാഗ്രൻസി എന്താണ്, അങ്ങനെ എന്ത് ചെയ്യുക, എഴുതുക. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നന്നായിട്ടൊന്ന് പഠിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. നിങ്ങളെ കൊണ്ട് കഴിയാതെ ആർക്കാണ്, അല്ലെ, കഴിയുന്നത്? അപ്പൊ നന്നായിട്ട് പഠിക്കുക. 21 ചാപ്റ്ററോളം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഓരോ ദിവസവും നമ്മൾ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ NIOS പഠിക്കുന്ന ധാരാളം കുട്ടികൾ കാണും. ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് കാണും, അല്ലെങ്കിൽ നിങ്ങളുടെ നൈബേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണ്. അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. +2 തോറ്റ കുട്ടികളാണെങ്കിൽ, അല്ലെങ്കിൽ അതുപോലെ തന്നെ പിന്നെ പഠിക്കാൻ കഴിയാത്ത കുട്ടികളുണ്ട്. അപ്പൊ അവർക്കൊക്കെ സുഖമായിട്ട് നമുക്ക് +2 എഴുതിയെടുക്കാൻ പറ്റുന്ന ഒരു ഫാക്ടറും കൂടെ ഇപ്പോൾ ഉണ്ട്, അറിയായിരിക്കും നിങ്ങൾക്കെല്ലാം. അതാണ് NIOS എന്ന് പറഞ്ഞാൽ, ഓപ്പൺ സ്കൂൾ യൂണിവേഴ്സിറ്റി ആണ്. അപ്പൊ ഓപ്പൺ സ്കൂളാണ്. അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൽ നിന്ന് നിങ്ങൾക്ക് പഠിച്ച് നിങ്ങൾക്ക് നല്ലൊരു സർട്ടിഫിക്കറ്റ് കൈവശമാക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, +2 ക്ലിയർ ചെയ്തെടുക്കാനും പറ്റും. പിന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതർ ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് പോവാം. നിങ്ങളുടെ ആ ഒരു 10th അല്ലെങ്കിൽ 10th സർട്ടിഫിക്കറ്റ് വെച്ചും +2 സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ജോലി അച്ചീവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. അപ്പൊ അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുക. അത് മാത്രമേ നമ്മുടെ മുമ്പിലുള്ള വഴിയുള്ളൂ. നന്നായിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് എഴുതാൻ കഴിയും. അത്രയും എളുപ്പമുള്ള സബ്ജക്റ്റ് ആണ് സോഷ്യോളജി എന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു, തുടക്കം തൊട്ടേ പറഞ്ഞു. കാരണം എല്ലാം നമ്മുടെ ലൈഫിൽ നമ്മൾ അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. സോഷ്യോളജി എന്ന് പറയുമ്പോൾ തന്നെ സൊസൈറ്റിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. അല്ലാതെ വേറെ ആധികാരികമായിട്ട് നമ്മൾ വലിയ കാര്യങ്ങളൊന്നും പഠിക്കാനായിട്ട് നിൽക്കുന്നില്ല. അപ്പോ ഈ ഒരു ചാപ്റ്റർ കഴിഞ്ഞാൽ ഇനി വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് അറിയാം TMA ആയിട്ടുള്ള കുറച്ച് പോർഷൻസ് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് വരുന്നതെന്ന് പറയുന്നത് വളരെ കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. അതിനു മുന്നേ നിങ്ങൾ ഓരോ ദിവസവും ഓരോ ചാപ്റ്റർ വെച്ചിട്ടെങ്കിൽ എന്ത് ചെയ്യുക, പഠിക്കുക. അതിനും കഴിഞ്ഞില്ല എങ്കിൽ ഒന്ന് വായിക്കുക. ശരി, അതിനും കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾ ഈ ക്ലാസ്സുകളൊന്ന് എന്ത് ചെയ്യുക, കേൾക്കുക. ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡ്രൈവിങ്ങിലായിരിക്കും, എന്തെങ്കിലുമൊക്കെ ആയിരിക്കും, നിങ്ങൾ കേൾക്കുക. അങ്ങനെ കേട്ട് വരുമ്പോൾ കൃത്യമായിട്ട് ഈ ഒരു ക്ലാസ് മനസ്സിലാകും. അപ്പോൾ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ വേറെ ഒരു പ്രയാസവും അതിന് വേറൊരു ഓപ്ഷൻ ഇല്ല, ഇതിനപ്പുറം ഇനി ഓപ്ഷൻ ഇല്ല. അപ്പൊ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ ഇനിയും നിങ്ങളുടെ മുമ്പിൽ പുതിയൊരു ക്ലാസ് വരേക്ക് കാണുന്നത് വരേക്കും എല്ലാവർക്കും താങ്ക് യു.